adelante. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫ്രാൻസിൽ ഒരു നാഷണൽ റൂട്ടിലേക്ക് Toma la കയറിക്കൊണ്ടിരിക്കുകയാണ്. salida que se encuentra adelante, después toma la salida que se encuentra adelante. ഏകദേശം ഒരു 200 കിലോമീറ്ററാണ് ഈ പറഞ്ഞ നാഷണൽ റൂട്ട്. കഴിഞ്ഞ കോവിഡ് വന്നതിന് Toma ശേഷം la salida que se encuentra adelante, después mantente a la derecha. അതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം കമ്പനി പറഞ്ഞേക്കണത് സാധിക്കുന്ന സമയത്തൊക്കെ ഇതിലൊക്കെ കൊളയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 50 യൂറോ എടുത്താണ് നമ്മൾ ഇതിന് പേയ്മെൻറ്റ് ചെയ്യുന്നത്. 50 യൂറോ എന്ന് പറഞ്ഞ നാട്ടിലെ ഏകദേശം ഒരു 4500 രൂപ എടുത്തു. Mantente a la derecha en dirección Angoulême. അപ്പോൾ അത് വൺ സൈഡ് രണ്ട് സൈഡുകൾ ലാഭിക്കുമ്പോൾ ഏകദേശം ഒരു 9,000 രൂപ എടുത്തായില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നാഷണൽ റൂട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 200 കിലോമീറ്ററിൻ്റെ അകത്ത് ട്രക്കുകൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ റൂൾ കൊടുത്ത. രണ്ടാമത് വന്നിട്ട് ട്രക്കുകൾക്ക്, അതായത് 3.5 ടണ്ണിൽ കൂടുതലുള്ള വണ്ടികൾക്ക് വന്നിട്ട് 80 സ്പീഡ് ലിമിറ്റ്. പല സമയത്തും ഇവിടെ ചെക്കിങ് ഉണ്ടാവും. രാത്രികളിൽ ഉണ്ടാവാറില്ല, പകല്. രാത്രികൾ ഞാൻ അവരെ കണ്ടിട്ടില്ല. ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും, പക്ഷെ കണ്ടിട്ടില്ല. അപ്പം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 120 യൂറോണ് അതിന് അവർ ഇതടിച്ച് തരാം. അത് സാധാരണ ഇതിൽ ഡ്രൈവർമാരെ അതിന് പോകും. അപ്പോൾ നോക്കിയും കണ്ടൊക്കെയാണ് ഞങ്ങൾ സാധാരണ ഓവർടേക്ക് ചെയ്യാം. പിന്നെ ഒരു 3-4 റഡാറുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതും ശ്രദ്ധിക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പോയാലുള്ള കുഴപ്പം. ഇതാണ് ആ പറഞ്ഞ നാഷണൽ റൂട്ട്. ഇപ്പോൾ രാത്രി പോകുമ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. നല്ല പിടപടയ്ക്കും. 90 ഇട്ട് താഴ്ത്താറുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഇട്ട് താഴ്ത്താറില്ല. അതിപ്പോൾ പകലാണെങ്കിലും താഴ്ത്തൽ കുറവാണ്. എങ്കിലും ആ സമയത്ത് ഇവിടെ പോണ വഴിക്കൊരു സിറ്റി സെൻറ്റർ ഉണ്ട്. അവിടെയൊക്കെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്പീഡ് ലിമിറ്റ് ഹെവി ആയിട്ട് താഴ്ത്താറുണ്ട് തിരക്കിനനുസരിച്ച്. പിന്നെ ഈ വെളുപ്പിന് 2 മണിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്കൊന്നും ഉണ്ടാവുന്നില്ല. ഇവിടെയും അത്യാവശ്യം റോബറി ഉള്ള റൂട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ സാധാരണ രീതിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറവായിരിക്കും. കാരണം ഫ്രീഗോ അതിൻ്റെ പേരിൽ ഫ്രൂട്ട്സും പച്ചക്കറി ചെയ്തുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും അടിച്ചുകൊണ്ട് പോകും, കുറവാണ്. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവർ ഡ്രില്ലൊക്കെ കൊണ്ടുവന്നിട്ട് മറ്റേ സൈക്കിളിൻ്റെ ചെയിനൊക്കെ കട്ട് ചെയ്യില്ലേ, സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരു ഡ്രില്ല് മെഷീൻ കൊണ്ടുവന്നിട്ട് ആ സാധനം വെച്ചിട്ട് അടിച്ചിട്ടൊക്കെ സാധനം പൊളിക്കുന്നേ. അപ്പോൾ തിരിച്ചു പോക്കലാണ് ഞങ്ങളുടെ പ്രശ്നം. ഈ ആമസോണിൻ്റെ ഓട്ടങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ TV, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, അല്ലെങ്കിൽ പെർഫ്യൂംസ്. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന മെഡിസിൻസ് ആണ്. മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ സാധാരണ എടുത്തുകൊണ്ട് പോലും, പക്ഷേ എങ്കിലും വണ്ടി പൊളിക്കും അവർ. എന്തിട്ടാണെന്നറിയാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് സീൽഡ് വണ്ടികളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെയൊക്കെ നിർത്തുന്നത് റിസ്ക്കാണ്. നാഷണൽ റൂട്ടിനെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട അവിടുത്തെ പോലെ ഹൈവേലാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പാർക്കിങ്ങിന് ലൈറ്റുകളുണ്ടാവും. റോബറിയുടെ കാര്യത്തിൽ കണക്ക് തന്നെയാണ്. പക്ഷേ എങ്കിലും ഞാൻ സാധാരണ വരുമ്പോൾ കുറച്ചങ്ങനെ നീങ്ങിയിട്ട് അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ മരങ്ങളുണ്ട്. അവിടെ നിർത്താറുണ്ട്. പ്രത്യേകിച്ച് സ്പെയിനിലേക്ക് വരുന്ന സമയത്ത്, അല്ല സ്പെയിനിലേക്കല്ല, നെതർലൻഡ്സിലേക്ക് പോണ സമയത്ത്.
ഇതിപ്പോൾ നമ്മൾ തുടക്കക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. കാരണം ഈ ജാതി ലോഡുകൾ നമുക്ക് തരില്ല. നമുക്ക് തന്നെ അത് ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുവരൽ അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങൾ, അതായത് റോബറി നടക്കാത്ത മെറ്റീരിയൽസ് ഇല്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് റിസ്ക് കുറക്കാം. ഡ്രൈവർമാർക്ക് റിസ്ക് കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ടെൻഷൻ്റെ ആവശ്യമില്ല. ഇതാകുമ്പോൾ ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല, ഇന്ന് രാത്രി കിടന്നെങ്കിലും സെക്യൂരിറ്റി പാർക്കിങ്ങിൽ ഇടാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള ടൈമിന് നമ്മൾ എത്തില്ല. സെക്യൂരിറ്റി പാർക്കിംഗ് ഉള്ളത് ഒരു 5-8 എണ്ണം ഉണ്ട്. പക്ഷെ നമ്മളത് ഓടി എത്തുന്ന ടൈമിലായിരിക്കില്ല. പിന്നെ വല്ലപ്പോഴൊക്കെയാണ് ഇതുപോലെ നമ്മുടെ ടൈമിങ്ങും രാത്രി ഓട്ടങ്ങളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാം. നമുക്ക് രാത്രിയിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയത്തിന് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഇപ്പം പകല് 9 മണിക്കൂർ ഓടുന്നതിന് പകരം നമ്മൾ 9 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് രാത്രി പോകണമെന്നുണ്ടെങ്കിൽ എത്ര സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. ആ 9 മണിക്കൂർ താമസിച്ചിട്ടായിരിക്കും അവിടെ എത്താം. അപ്പം അത് അക്സെപ്റ്റബിൾ അല്ല. ഈ ടാക്കോഗ്രാഫ് വന്നപ്പോൾ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ തന്നെ. കാരണം നമുക്ക് 6 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് 24 മണിക്കൂർ റെസ്റ്റ് എടുക്കുന്ന കാരണം കൊണ്ട് 9 മണിക്കൂർ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 മണിക്കൂർ എടുക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു സാധനം കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഇവിടെ എന്തിട്ടാ സംഭവം എന്നുള്ളത് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാകില്ല. അതെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവണം. അങ്ങനെ 2 പോസ്റ്റ് അപ്പുറത്തും വെക്കണമെങ്കിൽ അത് ഇന്നലെ നാളെ അറിയാൻ പറ്റും. വേണ്ട എഴുതി വെച്ചാൽ 3.5 ടണ്ണിൽ കൂടുതലുള്ളത് സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 80. ഓവർടേക്കിങ്ങും പാടില്ല. ഒരു സാധാരണ ബൈക്കിനൊക്കെ അവിടെയൊക്കെ പമ്മിരിക്കുന്നേ. എന്നിട്ട് ട്രക്ക് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സംഭവം എടുത്തിട്ട് പുറകെ കൂടെ വരും. രാത്രി ഇന്നവരെ കണ്ടല്ലേ. പകല് ഞാൻ പോവാറുണ്ട്. യോഗത്തിൽ ഇന്നവരെ കിട്ടിയിട്ടില്ല. നോക്കിയും കണ്ടൊക്കെ ഞാൻ ഓവർടേക്ക് ചെയ്യാറുള്ളൂ. പ്രത്യേകം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ആക്സിഡന്റ് ഉണ്ടെങ്കിലും അത് പണിയാവും. കാരണം എന്നിട്ടാന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്പീഡ് ലിമിറ്റ്, രണ്ടാമത് വന്നിട്ട് ഓവർടേക്കിങ് പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ ഹെവി റിസ്കിലൊക്കെ അങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനിക്കാർ പറയും ഇന്ന് പഠിച്ചോളാൻ പറയും. പക്ഷേ റഡാർ അങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോവാം. പിന്നെ ഇത് സ്ഥിരം പോണ റൂട്ടായതുകൊണ്ട് നമുക്ക് റൂട്ട് അറിയാം. എനിക്ക് റൂട്ട് അറിയാം, വ്യക്തമായിട്ട് അറിയാം എവിടെ എങ്ങനെ ഏത് റൂട്ടിലാണ് തിരക്കുണ്ടാവുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല. ഇവിടുത്തെ ഭൂരിഭാഗം ഈ റൂട്ടിലെ റഡാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ഥലത്ത് മാത്രമേ ഒരു സ്ഥലത്ത് മാത്രമേ ട്രക്കുകളുടെ സ്പീഡ് ലിമിറ്റ് കൗണ്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ഈ റൂട്ടിലെ സ്പീഡ് ലിമിറ്റ്. പക്ഷെ റഡാറുകളിൽ വന്നിട്ട് കാറിൻ്റെയും ബൈക്കിൻ്റെയും സ്പീഡ് മാത്രമേ ഇത് ചെയ്യുള്ളൂ. അവർ 110 എഴുതി വെച്ചിട്ടുണ്ടാവും. 110 കാറിൻ്റെ അവിടെ മാക്സിമം സ്പീഡ്. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ട്രക്കുകൾ 80 കൂടുതൽ പോയി കടിച്ചാലും സംഭവം ഫ്ലാഷ് ചെയ്യും. പക്ഷെ നമുക്ക് ഫൈൻ വരില്ല. അതെന്തിനാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിലെ റഡാറുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കല്ല അത് നിയന്ത്രിക്കണേ, അതൊരു പ്രൈവറ്റ് ഏജൻസിയാണ്. ഇപ്പം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ സാധനം വെച്ചിട്ട് ഇത്ര മാത്രം ഫ്ലാഷ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റി ഹെവിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെയാണ്. സാധാരണ ഇവിടെ എല്ലാ ഭൂരിഭാഗം രാജ്യങ്ങളും വന്നിട്ട്
ട്രാഫിക്കാണ് നിയന്ത്രിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലീസ് കൺട്രോൾ ഇതാണ്, ട്രാഫിക് കൺട്രോളുകളാണ് ഫൈനും സാധനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഇത് ചെയ്യുന്നതെങ്കിലും ഫ്രാൻസിൽ വന്നിട്ട് അതൊരു പ്രൈവറ്റ് ഏജൻസിയാണ്. ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റവർ കണ്ണടയ്ക്കുന്ന മാതിരി ഇവർ കണ്ണടക്കില്ല. കാരണം ഇവർക്ക് ഓരോ ഫൈനിനും ഇത്ര കമ്മീഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. രാത്രി ഇതിലോടുന്ന ഭൂരിഭാഗം വണ്ടികളും വന്നിട്ട് മാക്സിമം സ്പീഡിലാണ് പോയിക്കോളും. വേണ്ട, ഇത് ഡാസ്റ്ററിൻ്റെ വണ്ടിയാണ്. ഇതൊക്കെ ടൈം ടു ടൈം വണ്ടികളാണ് ഡാസ്റ്ററിൻ്റെയൊക്കെ. ഇത് ഇവിടുത്തെ ഒരു ജയിലാണത്. ലൈറ്റും സംഭവങ്ങളും 24 hours. മുള്ളുവേലിയൊക്കെ വെച്ചാണ് കണ്ടോ ജനലിൻ്റെ സൈഡിൽ. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അത്യാവശ്യം മൂടൽ മഞ്ഞിട്ടെന്ന് തോന്നുന്നു. നമുക്കപ്പോൾ ഇതിലെ കൂൾ ഡ്രിങ്ക്സ് ആയ കാപ്പിയും കുടിച്ചോണ്ട് ഒരു പാട്ടൊക്കെ പാടി പയ്യനെ നീങ്ങാം. ഇവിടെ നല്ല റോവറിയുള്ള സ്ഥലമാണ്. ഇപ്പം നമ്മൾ ക്രോസ് ചെയ്ത് നടന്നു. അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ AS 24, AS അല്ല, AS 24ൻ്റെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ. ക്യാമറകൾ പെട്രോൾ പമ്പിൻ്റെ അടുത്താണെങ്കിലും ഒരു വലിയൊരു പറമ്പ് പോലത്തെ അവിടെ. അപ്പോൾ ഇവിടെ നിന്ന് പാർക്കിംഗ് കിട്ടാത്ത വണ്ടികളൊക്കെ അവിടെ കൊണ്ടിടും. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്ന് പറഞ്ഞ മാതിരി ചിലതിൻ്റെ ഡീസലൊക്കെ ഊറ്റിക്കൊണ്ട് പോകും. ഡീസൽ ഊറ്റിക്കൊണ്ട് പോകുന്നത് ഭൂരിഭാഗം ട്രക്കുകാർ തന്നെയാട്ടാ. നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ മറ്റേ ബുൾഗാരി എന്നൊക്കെ പറഞ്ഞ വണ്ടികളൊക്കെ ഇല്ലേ, ഒരു രക്ഷയില്ല അവന്മാരെ കൊണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഹെഡ്ലൈറ്റ് ഇട്ടത്? അപ്പം അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ. അപ്പം എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ ഇപ്പോൾ സമയം 2:18. ഇനി ഒരു 3 മണിക്കൂർ കൊണ്ട് കഴിയുമ്പോൾ ഒരു റെസ്റ്റ് എടുക്കണം, ഒന്ന് ഫ്രഷ് ആവണം. വീണ്ടും ഒരു 4.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും സ്പെയിൻ്റെ ബോർഡർ കയറിയിട്ട് വണ്ടി എവിടെയെങ്കിലും ഒതുക്കണം. അപ്പോൾ സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.